പ്രിയപ്പെട്ട മലയാളികളെ, നമ്മൾ കേരളീയർക്ക് വരുവാനിരിക്കുന്ന ഒരു മഹാസന്തോഷത്തിന്റെ വാർത്ത അറിയിക്കുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ സർക്കാരിൻ്റെ, നമുക്ക് പ്രിയപ്പെട്ട പിണറായി വിജയന്റെ സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ചടങ്ങിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. ആരാ? നരേന്ദ്രമോദി. ഈ മോദി ആരാ? വെറുപ്പും വിദ്വേഷവും പടർത്തുന്ന, വിഭജനത്തിന്റെ നയവുമായി നിൽക്കുന്ന സംഘപരിവാരത്തിന്റെയും RSSന്റെയും നേതാവ്. മുസ്ലിങ്ങളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്ന് പാസാക്കി നിയമമാക്കിയ പ്രധാനമന്ത്രി, കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ മുസ്ലിം വിരോധി, ഹിന്ദുത്വ വർഗീയതയുടെ വക്താവ്, ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളും ഇല്ലാതാക്കാൻ വളരെ ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി, ക്രൈസ്തവ മതവിശ്വാസികൾക്കെതിരെ നിഷ്ഠൂരമായ പീഡനങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ഇതിലെല്ലാം ഉപരി ഒരു 4 കാശ് തരാതെ, കടം വാങ്ങിക്കാൻ പോലും അനുവദിക്കാതെ കേരളത്തെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിന്റെ തലവൻ. ആ മോദിയാണ് നമ്മുടെ പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്താ സന്തോഷിക്കാൻ ഇതിനപ്പുറത്ത് ഏത് വർത്തമാനമാണ് വേണ്ടത്? നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ് അടുത്ത ദിവസം നടക്കുകയാണ്. അതിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി മോദി ഇവിടെ വരുന്നത്. ഈ കമ്മീഷനിങ് പരിപാടി നമ്മുടെ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ പങ്കെടുക്കാനാണ് നമ്മുടെ പ്രധാനമന്ത്രി വരുന്നത്. സർക്കാരിന്റെ വാർഷികമായതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനെ നമ്മൾ ക്ഷണിച്ചിട്ടുമില്ല. എന്തായാലും കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം കൊള്ളുന്നില്ലേ? കേരളീയരായ നമ്മൾ ഇത് കേട്ട് ആഘോഷിക്കുകയും ആഹ്ലാദിക്കുകയും അർമാദിക്കുകയും വേണം. മോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ ഇതാദ്യമായിട്ടാണ് പിണറായി സർക്കാരിനെ പരസ്യമായിട്ട് അംഗീകരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ആ ഗവൺമെന്റിന്റെ 4ാം വാർഷിക ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ വരില്ലല്ലോ. ഇതുവരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ചില ബന്ധങ്ങൾ, അതായത് ചില അന്തർധാരകൾ BJPയും CPMഉം ആലോചിച്ചുറപ്പിച്ച് ഒന്നിച്ചാണ് നീങ്ങുന്നത് എന്നൊരു അപഖ്യാതി അത് ഈ കോൺഗ്രസ്സുകാരന്മാര് പറഞ്ഞു നടന്നിരുന്നതാണ്. ഇനി അതിന്റെ ആവശ്യമില്ല. മോദി പിണറായിയെ അംഗീകരിച്ചിരിക്കുന്നു, കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനെ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വിഴിഞ്ഞത്ത് തുറമുഖം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുന്നത്. തുറമുഖം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു എന്നല്ല, പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നു. ഇനി നമുക്ക് നമ്മുടെ പിണറായി സർക്കാർ, നമ്മുടെ മോദി സർക്കാർ. വിഴിഞ്ഞത്തെ തുറമുഖത്തിന്റെ ഉദ്ഘാടനം അഥവാ കമ്മീഷനിങ് ഒരു സാധാരണ പരിപാടിയായിട്ട്, കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് നടന്നിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നടക്കുന്നതെങ്കിൽ, അതിൽ പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രി വരുന്നത് വലിയ പ്രത്യേകതകളൊന്നുമില്ല. അത് വാസ്തവത്തിൽ പ്രധാനമന്ത്രിയാണ് കമ്മീഷൻ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഈ കമ്മീഷനിങ് എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിന്റെ, പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത് എന്നാണ് സർക്കാർ തന്നെ പറയുന്നത്. അതായത് ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണ്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? അടുത്ത തെരഞ്ഞെടുപ്പ്, അതില് വോട്ട് നേടുക, അതുവഴി രാഷ്ട്രീയ ലാഭം കൊയ്യുക. അതാണ് ഇപ്പോൾ നടക്കുന്ന വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ് പരിപാടിയുടെ ലക്ഷ്യം. അല്ലെങ്കിൽ അതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പരിപാടിയിൽ ഒരു സർക്കാരിന്റെ, അത് BJP സർക്കാരല്ല, BJP നിരന്തരം എതിർക്കുന്ന CPMന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ വാർഷികാഘോഷത്തിന് പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ക്ഷണിച്ചിട്ടില്ല. സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശനെ ക്ഷണിക്കുമായിരുന്നു. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. കാരണം ഇത് സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷമാണ്. അത് മാത്രമല്ല, UDF സതീശന്റെ മുന്നണി ഈ ആഘോഷ പരിപാടികൾ ബഹിഷ്കരിച്ചിരിക്കുക. അപ്പൊ പിന്നെ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിലിപ്പോ സർക്കാരിനെ നമുക്ക് കുറ്റം പറയാനും പറ്റത്തില്ല. ബഹിഷ്കരിച്ച ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ട് എന്താ കാര്യം? അതൊരു ന്യായമാണല്ലോ. അതേസമയം BJPക്കാര് ഇത് ബഹിഷ്കരിച്ചിട്ടില്ല.
അതുകൊണ്ട് BJP ഇത് ബഹിഷ്കരിക്കാത്തത് കൊണ്ട് പ്രധാനമന്ത്രിയെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ ഒരു അവസരം കിട്ടി. അല്ലെങ്കിൽ ബുദ്ധിമുട്ടി പോയേനെ. ഈ തുറമുഖത്തിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്ന അല്ലെങ്കിൽ കമ്മീഷനിങ് എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ പരിപാടിയുടെ ഭാരം കൂടി നമ്മുടെ മുഖ്യമന്ത്രിയുടെ തലയിൽ വന്ന് വീഴുമായിരുന്നു. പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട്, അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചതുകൊണ്ട്, ബഹിഷ്കരണമില്ലാത്തത് കൊണ്ട്, അദ്ദേഹത്തെ ക്ഷണിക്കാൻ അവസരം കിട്ടിയത് കൊണ്ട് ആ വലിയൊരു ഭാരം പിണറായി വിജയന്റെ ചുമലിൽ നിന്ന് ഒഴിവായി കിട്ടി. പ്രിയ മുഖ്യമന്ത്രി, ഉളുപ്പില്ലായ്മ എന്ന് പറയുന്ന സാധനത്തിന് നോബൽ സമ്മാനം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും അഖിലലോകാടിസ്ഥാനത്തിലുള്ള ഒരു പുരസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സർക്കാരിന് ലഭിക്കുമായിരുന്നു. ഈ വിഴിഞ്ഞത്തെ തുറമുഖം, അതിന്റെ പേരിൽ എന്ത് അഭിമാനിക്കാനാണ് ഈ സർക്കാരിനുള്ളത്? എന്ത് അവകാശവാദമാണുള്ളത്? അതിപ്പോൾ പൂർത്തിയായി പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കമ്മീഷനിങ് നടക്കുന്നു എന്നേ ഉള്ളൂ. വിഴിഞ്ഞം ഇതുപോലെ ഒരു തുറമുഖമായി മാറിയതിന് താങ്കളുടെ സർക്കാരിന് എന്ത് പങ്കാണുള്ളത്? ഈ തുറമുഖത്തിന്റെ ഘടന എങ്ങനെയായിരിക്കണം? ഇത് ഏതു തരത്തിലുള്ള ഒരു തുറമുഖമായിട്ടാണ് നിർമ്മിക്കേണ്ടത്? ഇതെല്ലാം തീരുമാനിച്ചത് ആരാ? ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരാ. ടെൻഡർ രേഖകൾ തയ്യാറാക്കിയതാരാ? അത് ഈ സർക്കാരാ. ഇതിന് സഹായിച്ചതാരാ? അന്നത്തെ ആസൂത്രണ കമ്മീഷനാ. ഇതിന് പാരിസ്ഥിതിക അനുമതി നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 വർഷത്തെ പ്രയത്നഫലമായിട്ട് ഈ വിഴിഞ്ഞം തുറമുഖത്തിനുള്ള ആ അനുമതി, പാരിസ്ഥിതിക അനുമതി നേടിയെടുത്തു. അതിനുശേഷം വളരെ സുതാര്യമായ രീതിയിൽ ടെൻഡർ നടപടിക്രമങ്ങൾ നടത്തി. അത് അദാനി പോർട്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് അതിന്റെ നിർമ്മാണത്തിന്റെയും നടത്തിപ്പിന്റെയും ചുമതല ഏൽപ്പിച്ചു കൊടുത്തു. പിന്നീട് അദാനി എന്ന് പറയുന്ന കമ്പനിയാണ്, അദാനി പോർട്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ തുറമുഖം നിർമ്മിച്ചത്. കല്ലിടൽ ചടങ്ങിൽ ഗൗതം അദാനി പറഞ്ഞത് 1000 ദിവസം കൊണ്ട് ഈ തുറമുഖം ഞങ്ങൾ പൂർത്തിയാക്കുമെന്ന. പക്ഷേ എത്ര കാലമെടുത്തു ഈ തുറമുഖം പൂർത്തിയാക്കാൻ? പിന്നീട് വന്ന പിണറായി സർക്കാർ അവർ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരുന്നു എന്നതല്ലാതെ അവരെന്താണ് ചെയ്തത്? ഇത് 1000 ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്ന വാഗ്ദാനം പാലിക്കാൻ അദാനിയെ നിർബന്ധിക്കാൻ പോലും ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. പിന്നെ എന്ത് നേട്ടമാണ്, എന്ത് അവകാശവാദമാണ് ഈ സർക്കാരിന് പറയാനുള്ളത്? നേരത്തെ ഒരിക്കൽ UDFന്റെ കാലത്ത് ഇത് ടെൻഡർ വിളിച്ചപ്പോൾ ഒരു ചൈനീസ് കമ്പനിക്കാണ് കിട്ടിയത്. അത് ഒറ്റ ടെൻഡറേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു ചൈനീസ് കമ്പനി ആയതുകൊണ്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെ വന്നു. പിന്നീട് ഇത് അദാനിക്ക് കൊടുക്കുമ്പോൾ കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വത്തിന് പോലും അക്കാര്യത്തിൽ എതിർപ്പുണ്ടായിരുന്നു. അതിനെ മറികടന്നുകൊണ്ടാണ് UDF സർക്കാർ ഇതിന് അനുമതി നേടിയെടുത്തത്. അപ്പൊ എന്താണ് അന്നത്തെ LDF എന്താണ് ചെയ്തത്? ഈ പദ്ധതിയെ തരിമ്പെങ്കിലും അനുകൂലിച്ചോ, പിന്തുണ നൽകിയോ? 5500 കോടി രൂപയുടെ ഈ പദ്ധതിയിൽ 6000 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട്, ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ പദ്ധതി വരുന്നതിനെതിരെ സമരം നടത്തുകയാണ് അന്ന് LDF ചെയ്തത്. ഇപ്പൊ അദാനി ഇതിന് നിർമ്മാണം പൂർത്തിയാക്കി, പ്രവർത്തനം ആരംഭിച്ചു, ഇപ്പൊ കമ്മീഷനിങ് നടക്കുന്നു. അപ്പൊ ഇത് നമ്മുടേതാണ്, ഇത് നമ്മുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ മുമ്പിൽ കയറി ഞെളിഞ്ഞു നിൽക്കുകയാണ് LDF സർക്കാർ വാസ്തവത്തിൽ ചെയ്യുന്നത്. പിണറായി സർക്കാർ എത്ര അവകാശവാദം ഉന്നയിച്ചാലും ഈ തുറമുഖ കമ്പനിയുടെ MD പിണറായിയുടെയും പിണറായി സർക്കാരിന്റെയും മേല് എത്രത്തോളം അപദാനങ്ങൾ കോരിച്ചൊരിഞ്ഞാലും ഈ തുറമുഖം യാഥാർത്ഥ്യമായതിന്റെ പിന്നിൽ ഉമ്മൻചാണ്ടിക്കും UDF സർക്കാരിനുമുള്ള പങ്ക്, അനിഷേധ്യമായ പങ്ക് ആർക്കും നിഷേധിക്കാനാവില്ല. ഇത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ, നിങ്ങളുടെ ഒരു രീതിയാ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രം, രാജ്യത്ത് എവിടെ ഗർഭമുണ്ടായാലും അത് നമ്മുടേതാണ് എന്ന് പറയുന്ന കഥാപാത്രം, ആ കഥാപാത്രത്തിന്റെ സ്വഭാവമാണ് LDFന്. നിങ്ങൾ നിങ്ങളുടേതായിട്ട് ആരംഭിച്ച് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത ഏതെങ്കിലും ഒരു വൻകിട പദ്ധതി കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? നിങ്ങൾ മറ്റുള്ളവരെ സങ്കല്പിച്ച് അത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കി പൂർത്തിയാക്കുന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുകയല്ലാതെ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഏറ്റവും അടുത്ത കാലത്ത് പിണറായി സർക്കാരിന്റെ തുടക്കകാലത്ത് കൊച്ചി മെട്രോ അതാര് പൂർത്തിയാക്കിയതാ? UDF സർക്കാർ. അന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതുകൊണ്ട് ഉദ്ഘാടനം നടത്താൻ പറ്റിയില്ല. കണ്ണൂർ വിമാനത്താവളം അതാരുണ്ടാക്കിയതാ? അതിന്റെ പരീക്ഷണ പറക്കൽ വരെ നടത്തിയതാ. അവിടെ വിമാനം വന്നിറങ്ങിയതാ. അവിടെ റൺവേക്ക് നീളം കൂട്ടിയിട്ടേ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അതിന്റെ പ്രവർത്തനം എത്ര കാലം മരവിപ്പിച്ചു നിർത്തി. അവസാനം ഒരടി പോലും റൺവേയുടെ നീളം കൂട്ടാതെ ഉദ്ഘാടനം ചെയ്തു, ഇത് നമ്മുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട്. വളരെ മുമ്പത്തെ കഥ, ഇതുപോലൊരു കഥ ഓർക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിലെ 2 പാലങ്ങൾ
പൂർത്തിയാകാതെ കിടന്നു. വർഷങ്ങളോളം, ദശാബ്ദങ്ങളോളം ഒരെണ്ണം പൂർത്തിയായി തീർന്നു. മറ്റു രണ്ട് പാലങ്ങളുടെ കാര്യത്തില് ധനകാര്യമന്ത്രിയായി വന്ന തച്ചടി പ്രഭാകരൻ താല്പര്യമെടുത്ത് പണം അനുവദിച്ച് അതിന്റെ നിർമ്മാണ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി പൂർത്തിയാക്കി. അപ്പോഴേക്കും സർക്കാർ പോയി. പിന്നീട് വന്ന നായനാർ സർക്കാർ ആഘോഷമായിട്ട് അതിന്റെ ഉദ്ഘാടനം നടത്തിക്കോ. അവരുടെ കാലത്ത് നേരത്തെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങള് അവര് ആഘോഷമാക്കുന്നതിൽ നമ്മുടെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അവിടെ ഇത് നടപ്പിലാക്കിയവനെ ഒന്ന് ഓർക്കുക. മെട്രോയിലോ അല്ലെങ്കിൽ കണ്ണൂർ വിമാനത്താവളത്തിലോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് പാലങ്ങളുടെ കാര്യത്തിലോ ഒന്നും ഉണ്ടായില്ല. ഇത് CPM-ന്റെ സ്വതസിദ്ധമായ ശൈലിയാണ്. ആരാന്റെ കുഞ്ഞിനെ എടുത്ത് ഒക്കത്ത് വെച്ച് നടക്കുക എന്നുള്ളത് അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഇപ്പോൾ ഇവിടെ വിഴിഞ്ഞത്തും സംഭവിക്കാൻ പോകുന്നത്. ഈ 4ാം വാർഷികാഘോഷം തന്നെ രണ്ട് കാര്യങ്ങളുടെ മുകളിലാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഒന്ന് വിഴിഞ്ഞം, അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെയാ, UDF-ന്റേതാ. രണ്ടാമത് ദേശീയപാത നിർമ്മാണം, അത് ആരുടേതാ? അത് നിതിൻ ഗഡ്കരിയുടേതാ. അത് കേന്ദ്ര സർക്കാരിന്റെയാ. അത് ഗഡ്കരി പ്രത്യേക താല്പര്യം എടുത്ത് നടപ്പാക്കിയ പദ്ധതികളാ. ഈ രണ്ട് പദ്ധതികളിലും ഈ സർക്കാരിന്, പിണറായി സർക്കാരിന് എന്തെങ്കിലും ഒരു പങ്ക്, അവകാശം ഉന്നയിക്കാനില്ല. ഇനി നമ്മുടെ വിഴിഞ്ഞം സീപോർട്ടിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഒരു ചടങ്ങ് നടന്നു. അത് ആദ്യ കപ്പൽ അടുത്തപ്പോഴാണ്. അന്ന് VD സതീശനെ, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു. അത് അബദ്ധമായി പോയി. അന്ന് അദ്ദേഹം ഈ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായതില് ഉമ്മൻചാണ്ടി സർക്കാരിനുള്ള പങ്ക്, അവർക്ക് മാത്രമുള്ള പങ്ക് വളരെ വ്യക്തമായിട്ട് അവിടെ വെച്ചങ്ങ് പറഞ്ഞു. പിന്നീട് നടന്ന ഒരു പരിപാടിയിലും വിളിച്ചിട്ടില്ല. പിന്നീട് ട്രയൽ റൺ നടന്നു, അതിന്റെ ഒരു ഉദ്ഘാടനം. അതിന് പക്ഷേ VD സതീശനെ വിളിച്ചില്ല. ഇപ്പൊ കമ്മീഷനിങ് അടക്കുക, അതിനും അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല. വിളിക്കാതിരിക്കുന്നതിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇത് LDF-ന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമാണല്ലോ. അതിനെന്തിനാണ് പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത്? വിഴിഞ്ഞത്ത് നടക്കുന്ന പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിൽ ആഹ്ലാദിക്കണം അല്ലെങ്കിൽ സന്തോഷിക്കണം എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇനിയിപ്പോൾ മോദിയുടെ ഈ സർക്കാരിനോടുള്ള മനോഭാവം പഴയതുപോലെ ആവില്ല. അതോടെ നമ്മുടെ സർക്കാരാവുകയാണ്. ചേടാ, നമ്മുടെ ഒരു സർക്കാരിന്റെ വാർഷികാഘോഷ യോഗത്തിൽ പങ്കെടുക്കുന്നു. അതിന്റെ അർത്ഥം എന്തോ? ആ സർക്കാരിനെ അംഗീകരിക്കുന്നു. അതൊരു നല്ല സർക്കാർ എന്ന് കരുതിയിട്ടാണല്ലോ. അപ്പൊ പിന്നെ ആ സർക്കാരിനോട് ഒരു ശത്രുതാ മനോഭാവം കാണിക്കുന്നത് ശരിയാണോ? വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ? ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? പിണറായി ചോദിക്കുന്ന പണം കിട്ടും. ഖജനാവ് കേരള സർക്കാരിന് മുമ്പിൽ, ബാലഗോപാലിന് മുമ്പിൽ അങ്ങനെ തുറന്നിട്ടിട്ട് മോദി പറയും ഇഷ്ടമുള്ളത് എടുത്തോളൂ. അതുപോലെ ഇഷ്ടം പോലെ കടം വാങ്ങാം, അതിന് നിയന്ത്രണം ഉണ്ടാവില്ല, അതിന് പരിധി നിശ്ചയിക്കുകയില്ല. GST-യുടെ വിഹിതം കൂട്ടിക്കിട്ടും. അതുപോലെ വൻകിട പദ്ധതികൾ കേരളത്തിന് ലഭിക്കും. വന്ദേ ഭാരത് ട്രെയിൻ എത്ര ചോദിച്ചാലും നൽകും, അല്ലെങ്കിൽ കിട്ടും. അങ്ങനെ കേരളം വികസിച്ച് എവിടെ വരെ എത്തുമെന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. നമ്മളങ്ങ് എത്തിക്കഴിഞ്ഞിട്ടേ അക്കാര്യത്തിൽ ഒരു വ്യക്തമായ ധാരണയുണ്ടാവും. അത് മാത്രമല്ല, ഇനി ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ വരത്തേയില്ല. അത് ഓരോ തവണയും മാറ്റിവെക്കാൻ വേണ്ട ഏർപ്പാടുകൾ CBI ചെയ്തോളും. പിന്നെ മകൾ വീണയുടെ പേരിലുള്ള കേസ്, ഈ കരിമണൽ മാസപ്പടി കേസ്, അത് വലിച്ച് കൊട്ടയിലിടും. ഇത് ഒരു മാസം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു. നമ്മൾ എന്തൊക്കെ പണി നോക്കിയതാ? നിർമ്മലാ സീതാരാമനെ കേരള ഹൗസിൽ വിളിച്ചു വരുത്തി ഇഡ്ഡലിയും സാമ്പാറും പഴം പുഴുങ്ങിയതും ഇടിയപ്പവും കൊടുത്തു, പ്രയോജനം ഉണ്ടായില്ല. ഇപ്പോൾ നമ്മുടെ വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി മോദി തന്നെ വരികയാണ്. ഇതിനിടെ കുശുമ്പും കുന്നായ്മയുമായിട്ട് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഭാര്യ, മകൾ, ചെറുമകൻ എന്നിവരുമായിട്ട് പോർട്ടിൽ ചെന്നു. പോർട്ടിലെ ചില തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ഇത് ശരിയായില്ല എന്ന് ഒരു പുതിയ വിവാദവുമായിട്ട് ഇറങ്ങിയിരിക്കുക. ഇവന്മാർക്കൊക്കെ തലയിൽ ആൾതാമസമില്ലേ? ഈ കേരളത്തിൽ എന്താ നടക്കുന്നതെന്നുള്ളത് ഇവരാരും മനസ്സിലാക്കുന്നില്ലേ? ഷെടാ, ഈ കേരളം എന്ന് പറയുന്നത്, കേരളത്തിന്റെ ഭരണം, കേരളം ഭരിക്കുന്ന പാർട്ടി CPM, ഇതെല്ലാം ഇപ്പൊ പിണറായി വിജയന്റെ സ്വന്തമാണ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ സ്വന്തമാണെങ്കിൽ അവിടൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും കൊച്ചുമോനൊക്കെ വരുന്നതിന് എന്താണ് തകരാറ്? ഇത് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? അത് മാത്രമല്ല, അതിൽ യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയും ഇല്ലെന്ന് വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ MD കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വളരെ ശക്തമായ
കർണന്റെ കവചകുണ്ടലം അണിയിച്ചിട്ടുമുണ്ട്. പിന്നെന്തിനാണ് ഈ കുശുമ്പും പൈശന്യവും പറഞ്ഞു കിടക്കുന്നത്? പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, അത് UDF-നോടാ. നിങ്ങൾ ഇനി അടുത്ത തവണ അധികാരത്തിൽ വന്നു എന്ന് കരുതുക, മുഖ്യമന്ത്രി ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ഇതുപോലെ LDF സർക്കാർ ആരംഭിച്ചിട്ട് പൂർത്തിയാക്കിയതോ പൂർത്തിയാക്കാനിരിക്കുന്നതോ ആയ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നടത്താമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, സ്വപ്നം കാണുകയേ വേണ്ട. കാരണം അങ്ങനെ ഒരു പദ്ധതി ഈ സർക്കാർ ആരംഭിച്ചിട്ടില്ല, അതിന്റെ പണി തുടങ്ങിയിട്ടുമില്ല, പണി പൂർത്തിയാകാനുമില്ല, പൂർത്തിയാക്കിയിട്ടുമില്ല. ആ കൂടെ സ്വപ്നം കണ്ട ഒന്ന് കേരളയിലായിരുന്നു. അതിനു വേണ്ടിയിട്ട മഞ്ഞ കുറ്റികള് ഇപ്പോ കാട്ടിലും കായലിലും ആറ്റിലും തോട്ടിലും അനാഥമായി കിടക്കുകയാണ്. ഇപ്പോൾ കിട്ടിയത് പിണറായി സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുമെന്ന് നാട്ടുകാർ അറിഞ്ഞതോടെ പരിപാടിയിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനെയും ക്ഷണിച്ചു എന്ന് വരുത്തി. ഇന്നലത്തെ തീയതിയിൽ തുറമുഖ മന്ത്രി VN വാസവന്റെ ലെറ്റർ ഹെഡിൽ അയച്ച കത്തിലാണ് ക്ഷണം. പ്രതിപക്ഷ നേതാവിന് ഈ പരിപാടിയിൽ എന്ത് ചുമതലയാണ് നിർവഹിക്കാനുള്ളത് എന്ന് കത്തിൽ പറയുന്നില്ല. വേദിയിൽ അദ്ദേഹത്തിന് ഇരിപ്പിടം ഉണ്ടാകുമോ എന്ന് പോലും വ്യക്തമല്ല. കത്തിൽ ഇങ്ങനെ പറയുന്നു: ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനം 2025 മെയ് 2-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നിർവഹിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് താങ്കളുടെ മഹനീയ സാന്നിധ്യം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹപൂർവം VN വാസവൻ. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാകുമ്പോൾ വേദിയിൽ ഉണ്ടാവുന്നവരുടെ പേരും വിശദാംശങ്ങളും നേരത്തെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് അയച്ച് അനുമതി വാങ്ങേണ്ടതുണ്ട്. അതിന് ഇനി സമയമില്ല. അതിനാൽ സതീശൻ വന്നാൽ സദസ്സിൽ ഇരിക്കട്ടെ എന്ന ചിന്തയിലാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. വെറുതെ വിളിച്ചു എന്ന് വരുത്താൻ വേണ്ടിയുള്ള ഒരു ക്ഷണക്കത്ത്.